മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവർ അവരെ തിരിച്ചറിഞ്ഞു. അവർ വിദ്യാർത്ഥികളാണ്. മരിച്ചവരെല്ലാം പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റിൽ വെച്ചായിരുന്നു ഈ ദുരന്തം. ഫഹദ്, സിയാദ്, റഹീസ്, ബഹാത്ത് ഈ 4 വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. 7 പേർക്കാണ് ഇടിമിന്നലേറ്റത്. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശാന്തകുമാർ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. മരണപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സേതു, തീർച്ചയായും അത് തന്നെയാണ്. ഏഴ് പേർക്കാണ് ഇടിമിന്നലേറ്റത്. 7 പേരിൽ 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എല്ലാവരും മങ്കട പരിസരവാസികൾ തന്നെയാണ്. റഹീസ്, വഹാസ്, സിയാദ്, ഫഹദ് ഇവർ 4 പേരും വിദ്യാർത്ഥികളാണ്. 17, 18, 20, 21 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് ഇവരെല്ലാവരും. 7 പേരിൽ ഇവിടേക്ക് കൊണ്ടുവന്ന 6 പേരെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിൽ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാനുള്ളത്. അവരുടെ ബന്ധുക്കളെല്ലാം ഇപ്പോൾ ഇവിടെ എത്തി അവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം ആണ് അവരുടെ വിലാപമാണ് നമ്മൾ കാണുന്നത്. ഒരാളെ കൂടി അവിടെ കാണാതായിട്ടുണ്ട്. ആ സമയത്ത്, ഇടിമിന്നലേറ്റ സമയത്ത് ഇവർ 7 പേരുണ്ടായിരുന്നു. ആ ഒരാളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അതായത് ഇവരെല്ലാവരും യുവാക്കളാണ്. ഏകദേശം 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ളവർ തന്നെയാണ് എല്ലാവരും. അവർ വൈകുന്നേരത്തെ ഈ സ്ഥലത്ത്, ഈ കുരങ്ങൻചോല എന്ന് പറഞ്ഞ സ്ഥലത്ത്, മങ്കടവെള്ളിയിലെ കുരങ്ങൻചോല എന്ന സ്ഥലത്തെ ആ വ്യൂ പോയിന്റിൽ പോയതായിരുന്നു. ആ സമയത്താണ് ശക്തമായ ഇടിമിന്നലുണ്ടായത്. വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് ഇടിമിന്നലുണ്ടാവുന്നത്. ആ ഇടിമിന്നലിലാണ് ഇവർക്ക് ഇടിമിന്നലുകയും ഉടനെ ഒപ്പം തന്നെ നാട്ടുകാർ ഇത് അറിഞ്ഞിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ എത്തി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 2 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ബന്ധുക്കൾ ഇവിടെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ചില 2 പേരുടെ ബന്ധുക്കളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ഇപ്പോൾ ആ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് കണ്ടത്. എല്ലാവരും യുവാക്കളാണ്. അതുപോലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ എല്ലാമാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം ഒരു 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കുരങ്ങൻചോല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റാണ്. കുറച്ച് ഉയർന്ന പ്രദേശമാണ്, പാറക്കെട്ടാണ്. അവിടെ വൈകുന്നേരങ്ങളിലെല്ലാം യുവാക്കളെല്ലാവരും കൂടി അവിടെ പോയി ഇരിക്കുന്നത് പതിവാണ്. പലപ്പോഴും കുടുംബസമേതം തന്നെ പലരും അവിടെ പോകാറുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ആ ഉയർന്ന പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇടിമിന്നലുണ്ടാവുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 3 മണിയോട് കൂടി തന്നെ കാറ്റും മഴയും അതുപോലെ തന്നെ ഇടിയും എല്ലാം ഉണ്ടാവുന്ന സാഹചര്യം തന്നെയായിരുന്നു ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മങ്കട വെള്ളിലയിൽ ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഒരാളെ കൂടി ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ട്. അയാളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഒരാളെ, ഒരു യുവാവിനെ കൂടി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോ ഈ ആശുപത്രിക്ക് മുന്നിൽ ഒരു വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഇതിപ്പം ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കളായിട്ടുള്ളവരാണോ അതോ ഇവരെ കൊണ്ടുവന്ന നാട്ടുകാരാണോ, വാർത്ത അറിഞ്ഞെത്തിയവരാണോ? ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും എത്തി തുടങ്ങുന്നതേയുള്ളൂ. അവർ പലരും വളരെ അടുത്ത ചില ബന്ധുക്കൾ മാത്രമാണ് ഇതിനകത്തുള്ളത്, ആശുപത്രിക്ക് അകത്തുള്ളത്. ശേഷിക്കുന്നതൊക്കെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയവരാണ്. ഈ മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ളവരും മെഡിക്കൽ കോളേജിൽ തന്നെയുള്ളവരും ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഇതിൽ 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഒരാളെ കൂടി ഇപ്പോൾ മങ്കടയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും അവരുടെ ആരോഗ്യനിലയിൽ ചില ആശങ്കകളുണ്ട്. അവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ മരിച്ചവരുടെ 4 പേരുടെയും മരിച്ച 4 പേരുടെയും ബന്ധുക്കൾ ഇതുവരെയായിട്ടും ഇവിടെ എല്ലാവരും എത്തിയിട്ടില്ല. ഏതാനും ചിലരുടെ 2 പേരുടെ മാത്രം ബന്ധുക്കൾ മാത്രമാണ് നേരത്തെ ഇവിടെ എത്തിയത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇവർ എപ്പോഴാണ് അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ആളുകൾ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള അറിയേണ്ടതുണ്ട്. ഇപ്പോൾ വൈകി 7 പേരുണ്ടായിരുന്നു. 7ാമത്തെ ആളെ കുറിച്ച് പിന്നീടാണ് അറിയുന്നത്. ആ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് തെറിച്ച് വീണിട്ടുണ്ടാവുമെന്നാണ് നാട്ടുകാർ. അതിനിടയിലാണ് നാട്ടുകാർ അവിടെ നിന്ന് ഇവരെ കണ്ടെത്തുകയും ഒരാളെ കൂടി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ കാലാവസ്ഥാ മുന്നറിയിപ്പിന് അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടോ ശാന്തകുമാർ? ഇന്ന്
കാര്യമായ അത്ര ഗൗരവകരമായ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരം അറിയിപ്പുകളോ ജില്ലാ ഭരണകൂടത്തുനിന്നോ മറ്റോ ഉണ്ടായിരുന്നില്ല. പതിവ് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശക്തമായ കാറ്റോ അല്ലെങ്കിൽ മഴയോ അല്ലെങ്കിൽ ഇത് ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവുമെന്നുള്ള ജില്ലയിൽ പ്രത്യേകിച്ച് അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള അത്തരം അറിയിപ്പുകൾ ലഭ്യമായിരുന്നില്ല. ഉച്ചവരെയും കൃത്യമായ മഴയും അന്തരീക്ഷം തെളിഞ്ഞ അന്തരീക്ഷം തന്നെയായിരുന്നു. ഉച്ചവരെ നല്ല വെയിലുണ്ടായിരുന്നു. ഒരു 3 മണിക്ക് ശേഷമാണ് ആകാശത്ത് ഇരുണ്ടുകൂടാൻ തുടങ്ങിയത്. തുടർന്ന് അങ്ങോട്ട് പലയിടങ്ങളിലും, അതായത് ജില്ലയുടെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഭേദമില്ലാതെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മലയോര മേഖലയിലാണ് ശക്തമായ കാറ്റും ഇടിയും ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ നാശനഷ്ടം സംഭവിച്ചത്. 4 പേരുടെ മരണം ഈ ഇടിമിന്നലിനിടെ ഉണ്ടായി. അതാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ശരി ശാന്തകുമാർ, തുടരൂ. ശാന്തകുമാറിലേക്ക് വിവരങ്ങൾ എടുക്കാനായി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട 4 പേരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. 4 പേരും വിദ്യാർത്ഥികളാണ്. ഈ സ്ഥലം കാണാനായി എത്തിയ 4 പേരാണ് മരണപ്പെട്ടത്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.